മഞ്ചേരിയിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കൃഷ്ണപ്രിയയുടെ അച്ഛൻ മരിച്ചു. ചാരങ്കാവ് തെക്കേവീട്ടിൽ ശങ്കരനാരായണനാണ് മരിച്ചത്. മകളെ കൊലപ്പെടുത്തിയ പ്രതിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ ശങ്കരനാരായണൻ കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. സമീർ ബിൻ കരീം മലപ്പുറത്തും ചെയ്തു. സമീർ, 2001 ആ ദാരുണമായ സംഭവം. 13-കാരിയെ മകളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. 2002 ആ കേസിലെ പ്രതിയെ വെടിവെച്ചു കൊന്നു. 2006 കുറ്റവിമുക്തനായി. അങ്ങനെ കേരളത്തെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച, ഒരുപാട് പേരുടെ പിന്തുണ ലഭിച്ച, ഏറെ ഒരു ലാൻഡ്മാർക്ക് കേസ് കൂടിയായ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഇപ്പോൾ മരിച്ചിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? എങ്ങനെയായിരുന്നു മരണം? സുഹൈൽ, മഞ്ചേരിയിലെ പ്രമാദമായ കൃഷ്ണപ്രിയ പീഡനക്കേസുമായി ബന്ധപ്പെട്ട അവരുടെ അച്ഛനാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. മഞ്ചേരി ചാരങ്കാവ് തെക്കേ വീട്ടിൽ ശങ്കരനാരായണൻ, 70 വയസ്സാണ് അദ്ദേഹത്തിന്. വാർദ്ധക്യ സഹജമായ ഈ രോഗത്തെ തുടർന്നാണ് മരണം എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. 2001 ഫെബ്രുവരി 9 ഈ കൃഷ്ണപ്രിയ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നാലെ അയൽവാസിയായ അളങ്കൂർ ചാരങ്കാവ് കുന്നുമ്മൽ മുഹമ്മദ് കോയ ആയിരുന്നു ഈ കേസിലെ പ്രതി. ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് 2002 ജൂലൈ 27 ഈ ജാമ്യത്തിലിറങ്ങിയ ഈ പ്രതിയെ ഈ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണൻ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ ഈ അച്ഛനെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഏറെ പ്രധാനപ്പെട്ട ഈ കേസിൽ ഏറെ നിർണായകമായ ഇടപെടലൊക്കെ നടത്തിയ ആളായിരുന്നു ഇവരുടെ അച്ഛൻ എന്നുള്ളതാണ്. അങ്ങനെ അച്ഛനാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. സുഹൈൽ, ശരി, സ്വന്തം മകൾ അതിക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കൊന്ന സംഭവം ശരിയാണോ തെറ്റാണോ എന്നൊക്കെ രാഷ്ട്രീയകാലം ഒരുപാട് ചർച്ച ചെയ്തതാണ്. പക്ഷേ നിലവിൽ പ്രതിയെന്ന് വിളിക്കാൻ അദ്ദേഹത്തെ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിട്ടില്ല. തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവിമുക്തനാക്കിയ കേസ് കൂടിയാണിത്. 2001 13-കാരിയായ കൃഷ്ണപ്രിയയെ നാട്ടുകാരിൽ ഒരാൾ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത്. അതിന് പിന്നാലെ പിറ്റേ വർഷം ആ കേസിൽ പ്രതി പിടിയിലായെങ്കിലും 2002 ജാമ്യത്തിലിറങ്ങിയ പ്രതിയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ആ സമയത്ത് രാഷ്ട്രീയ കേരളത്തിൽ അങ്ങേയറ്റം കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ്. മകളെ കൊന്ന നരാധവനെ തിരിച്ചു കൊന്നതിന്റെ രാഷ്ട്രീയ ശരിയോ തെറ്റോ ഒക്കെ ചർച്ച ചെയ്യുമ്പോഴും സമൂഹത്തിൽ നിന്ന് ഒരുപാട് പിന്തുണ കൂടി ലഭിച്ച ഒരു കേസ് കൂടിയായി ഈ കേസിലെ രാഷ്ട്രീയ കേരളവും സാമൂഹിക കേരളവും കണ്ടതാണ്. സമീർ ബിൻ കരീം വീണ്ടും ചേർന്നു. സമീർ, ഇപ്പോൾ ഈ കേസിന്റെ ഒരു ബാക്ക് ഹിസ്റ്ററിയൊക്കെ പരിശോധിക്കുമ്പോൾ ഒരുപാട് പിന്തുണ കൂടി ലഭിച്ച ഒരു വ്യക്തിയാണ് ശങ്കരനാരായണൻ. മകളെ കൊന്ന കേസിലെ പ്രതിയെ നീതിക്ക് നിയമത്തിന് കാത്തു നിൽക്കാതെ കൊന്നുവെന്ന രീതിയിൽ. അതേസമയം മറിച്ചും ചർച്ചകൾ നടന്നിട്ടുണ്ട്. നീതിയുക്തമായ വിചാരണയ്ക്ക് മുമ്പേ കൊന്നിട്ടത് ശരിയാണോ എന്ന രീതിയിൽ. അങ്ങനെ നല്ലതും ചീത്തയുമായ വശങ്ങളൊക്കെ ചർച്ച ചെയ്ത കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്ന. വിശദാംശങ്ങൾ? സുഹൈൽ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ആ ഒരു സമയത്ത് വലിയ തരത്തിലുള്ള പിന്തുണ ഈ ശങ്കരനാരായണൻ ലഭിച്ചിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ നിയമത്തിന്റെ പഴുതുകളിലൊക്കെ തന്നെ പ്രതികൾ പലപ്പോഴായും രക്ഷപ്പെടുകയും പ്രതികൾക്കൊക്കെ തന്നെ ആനുകൂല്യം ലഭിക്കുന്ന സാഹചര്യമൊക്കെ തന്നെ പലപ്പോഴായിട്ട് പല കേസുകളും ഉണ്ടാവുന്നതാണ്. ആ ഒരു സാഹചര്യത്തിലായിരുന്നു ഈ ശങ്കരനാരായണന്റെ പ്രവർത്തിക്കും ഈ പ്രതിയെ വെടിവെച്ച് കൊന്ന ഈ പ്രവർത്തിക്ക് വലിയ ശക്തമായ പിന്തുണ ലഭിക്കുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം ഈ കേസ് ഈ പിടി വിഷയം നടക്കുന്നതിന് ശേഷം ഈ പ്രതി ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ ഈ പ്രതിയുമായി ഈ ശങ്കരനാരായണൻ വലിയ അടുപ്പം സ്ഥാപിച്ചു. അങ്ങനെ അടുപ്പം സ്ഥാപിച്ച് ഏറ്റവും ഒടുവിലാണ് ഈ ഒരു കൊലപാതകം അദ്ദേഹം നടപ്പിലാക്കിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ തന്റെ മകൾക്ക് നേരെ ഒരു ക്രൂരമായ ഒരു പ്രവൃത്തി ചെയ്തയാളെ അദ്ദേഹം കാത്തിരുന്ന് കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. മാത്രമല്ല, ഈ പല കേസുകൾ വരുന്ന സമയത്തൊക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി ശരിയായിരുന്നു എന്നുള്ള തരത്തിലൊക്കെ തന്നെ വലിയ തരത്തിൽ പ്രചാരണമൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കാറുണ്ടായിരുന്നു. പക്ഷേ നിയമം കയ്യിലെടുക്കുക എന്നുള്ളത് പലപ്പോഴും ശരിയോ തെറ്റോ എന്നൊക്കെ തന്നെ മറ്റു ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2001 ഫെബ്രുവരി 9 ഈ കൃഷ്ണപ്രിയ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നെ ഇതിന് പിന്നാലെയാണ് ഈ അളങ്കൂർ സ്വദേശിയായിരിക്കുന്ന അയൽവാസി കൂടിയായ മുഹമ്മദ് കോയയാണ് കേസിലെ പ്രതി എന്നുള്ള കാര്യം പോലീസ് കണ്ടെത്തുകയും ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ച് ഇയാളെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല, ജാമ്യം അനുവദിക്കുകയാണ് ഉണ്ടായത്. ആ സമയത്താണ് ഈ ശങ്കരനാരായണൻ വളരെ കൃത്യമായി എയർ ഗൺ ഉപയോഗിച്ചുകൊണ്ട് ഇയാളെ കൃത്യമായി കൊലപ്പെടുത്തി ഇയാളെ പിന്നീട് ഈ കിണറ്റിൽ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ഈ കേസായി പറയപ്പെടുന്നത്. അതിന് പിന്നാലെ ഈ മഞ്ചേരി കോടതി ഇയാൾക്ക് ഈ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുന്ന സാഹചര്യമാണ് ആ കേസിലുണ്ടായത്. ഹൈക്കോടതിയായിരുന്നു വെറുതെ വിട്ട ഒരു സംഭവം ഉണ്ടായത്. മകളെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ കൊലപ്പെടുത്തിയെന്ന ആരോപണ വിധേയനായ ശങ്കരനാരായണൻ മരിച്ചിരിക്കുന്നു. കോടതി കുറ്റവിമുക്തനാക്കിയതാണ് ശങ്കരനാരായണൻ 2005. സമീർ ബിൻ കരീമാണ് വാർത്തയുടെ വിശദാംശം നൽകിയത്.